നവകേരള സർവേ പൊളിഞ്ഞു. 49 ലക്ഷം വീടുകളിൽ നേരിട്ടെത്തിയിട്ടും ലഭിച്ചത് 4 ലക്ഷം അഭിപ്രായം മാത്രം. സുപ്രീം കോടതിയിലടക്കം നടത്തിയ നിയമ പോരാട്ടത്തിലൂടെ സർക്കാർ നടത്തിയ നവകേരള സർവേ ലക്ഷ്യം കണ്ടില്ല. 95 ലക്ഷം വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണത്തിന് ലക്ഷ്യമിട്ട സർവേ 49 ലക്ഷം വീടുകൾ പിന്നിട്ടതോടെ നിലച്ചു. ഇത്രയും വീടുകളിൽ നേരിട്ടെത്തിയിട്ടും ലഭിച്ചത് 4 ലക്ഷം അഭിപ്രായം മാത്രമാണ്. കുടുംബശ്രീ അംഗങ്ങൾ പോലുള്ള ഗ്രൂപ്പുകളെ സംഘടിപ്പിച്ച് നടത്തിയ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ച മാത്രമാണ് ലക്ഷ്യമിട്ടതുപോലെ നടത്താനായത്. ഇതുവഴി പങ്കുവച്ചത് 46,000 അഭിപ്രായം മാത്രം. സർവേ വോളണ്ടിയർമാരാകാൻ 96,000-ലധികം പേർ രജിസ്റ്റർ ചെയ്തെങ്കിലും 2 ദിവസത്തെ പരിശീലനത്തിലെത്തിയത് കുറച്ചു പേർ മാത്രം. പരിശീലനം ഒരു ദിവസമായി കുറച്ചിട്ടും വോളണ്ടിയർമാരെ കിട്ടാതായതോടെ കുടുംബശ്രീ അംഗങ്ങളെയാണ് സർവേക്ക് നിയോഗിച്ചത്. 280 വീടുകൾക്ക് 2 പേരടങ്ങിയ ടീമിനെയാണ് നിയോഗിച്ചത്. വിവരശേഖരണം ഫെബ്രുവരി 28-നകം പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശം. കണ്ണൂർ ജില്ലയിലാണ് സർവേ ലക്ഷ്യത്തിന്റെ അടുത്തെങ്കിലും എത്തിയത്. ഇവിടെ 6 ലക്ഷം വീടുകൾ ലക്ഷ്യമിട്ടതിൽ 5 ലക്ഷം വീടുകളിൽ സർവേക്കാർ എത്തി. മലപ്പുറം ജില്ലയിൽ 10 ലക്ഷം വീടുകളിൽ സർവേ നടന്നത് 2 ലക്ഷത്തിൽ മാത്രം. തിരുവനന്തപുരം ജില്ലയിൽ 10 ലക്ഷം വീടുകളിൽ 4 ലക്ഷം വീടുകളിൽ മാത്രമേ സർവേ നടന്നിട്ടുള്ളൂ. മറ്റ് ജില്ലകളിലെ അവസ്ഥയും സമാനം. കഴിഞ്ഞ ഒക്ടോബർ 8-ലെ മന്ത്രിസഭാ തീരുമാന പ്രകാരമായിരുന്നു നവകേരള സർവേ നടത്താൻ ലക്ഷ്യമിട്ടത്. 20 കോടി രൂപ ചെലവഴിച്ചുള്ള സർവേക്കെതിരെ KSU സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർവേ വിലക്കി. എന്നാൽ സുപ്രീം കോടതിയിൽ പോയി സർക്കാർ അനുകൂല ഉത്തരവ് നേടി. സർവേയിൽ തേടിയത് ഇവയൊക്കെയാണ്: പുതിയ വികസന പദ്ധതികൾ സംബന്ധിച്ച നിർദ്ദേശം, 10 വർഷത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം, പുതിയ സാമൂഹ്യക്ഷേമ പദ്ധതി തുടങ്ങുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശം, നിലവിലെ ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള അഭിപ്രായം. ഏതായാലും സർക്കാരിന് വീണ്ടും തിരിച്ചടി. നവകേരള സർവേ പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ്. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിലും എന്തായിരിക്കും CPM-നെയും ഇടതുമുന്നണിയെയും കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.